മാധു വീഴ്ച വകുപ്പായി മാറിക്കഴിഞ്ഞു. ഞാനിതിന് വകുപ്പ് എന്നതിനപ്പുറത്ത് ആരോഗ്യ മേഖല എന്നാണ് കാണുന്നത്. ആരോഗ്യമേഖല, അതായത് ഏത് ആരോഗ്യമേഖല? ലോകോത്തരം എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി ആവർത്തിച്ച് പറയുന്ന ആരോഗ്യമേഖലയുടെ വീഴ്ച എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത് നോക്കൂ, ഞാൻ ഇന്നലെ വൈകുന്നേരം 9 മണിക്ക് റിപ്പോർട്ടറിൽ വാർത്ത വായിക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ മുന്നിലിരുന്ന്, കേരളത്തിൻ്റെ മുന്നിലിരുന്ന് ഉഷ ജോസഫ് എന്ന് പറയുന്ന 45 വയസ്സുള്ള സ്ത്രീ കരയുകയാണ്. അവരനുഭവിച്ച നീണ്ട വേദനയുടെ അനുഭവം പങ്കുവെക്കുകയാണ്. നോക്കൂ, ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ കണ്ട കണ്ണുനീരാണ്, ഞാൻ കേട്ട കരച്ചിലാണ്. എനിക്ക് അവരുടെ ഭാഗത്തെ നിൽക്കാൻ കഴിയുകയുള്ളൂ. കോഴിക്കോട്ട് സ്വദേശിയായ ഹർഷിന എന്നോടൊപ്പം ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട് നിരവധി തവണ. അവരെന്നോട് പറഞ്ഞ ഒരു വാചകം ഞാൻ ഒരിക്കലും മറക്കില്ല. അത് നിങ്ങൾ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ എന്ന് നേരിട്ടുമല്ലാതെയും ചോദിച്ച മനുഷ്യരുടെ ഇടയ്ക്കാണ് ഞാൻ ഈ പോയി 5 വർഷക്കാലവും ജീവിച്ചത് എന്നുള്ളതാണ്. ഒരു സ്ത്രീയുടെ വേദനയ്ക്ക് ശാരീരികമായ വേദന എന്നതിനപ്പുറത്തേക്ക് മാനസികമായ പല തലങ്ങളുണ്ട്. അവർ ചെയ്തിരിക്കണം, ചെയ്തേ തീരൂ എന്ന് നിർബന്ധ ബുദ്ധിയോടെ ശഠിക്കുന്ന മറ്റു പല ആവശ്യങ്ങൾ അവരുടെ നേരെ കൈനീട്ടി നിൽക്കും. അതിന് പ്രാപ്തയാകാതെ പോകുമ്പോഴുണ്ടാകുന്ന കുത്തുവാക്കുകൾക്ക് ഒരുപക്ഷെ കത്രികയേക്കാൾ വേദനയുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിലേക്ക് എടുത്തെറിയപ്പെടാനുള്ളതല്ല മനുഷ്യരുടെ സാഹചര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനൊരിക്കലും ഒരു സിസ്റ്റത്തിൻ്റെയും വീഴ്ച കാരണമാകരുത് എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. ഇത് നോക്കുമ്പം അതേ സമയത്ത് തന്നെ നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ വലിയ നേട്ടങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖല കൈവരിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റഹീം MP ഭാര്യ അമൃത നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തായിരിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്നതുകൊണ്ട് മാത്രമാണ് അവർ ആ ഘട്ടത്തിൽ ആരോഗ്യാവസ്ഥയെ അതിജീവിച്ച് രക്ഷപ്പെട്ടത് എന്നുള്ളത് വളരെ വ്യക്തിപരമായി നമ്മളൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പല നേട്ടങ്ങളുണ്ടെന്നേ. നമ്മുടെ ജനറൽ താലൂക്ക് ആശുപത്രികളിലൊക്കെ നമുക്ക് അവയവ മാറ്റ ശസ്ത്രക്രിയയൊക്കെ പൂർണ്ണമായും വിജയിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ശരി, പക്ഷേ അവർ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണ്ടേ? നമുക്ക് ചോദിക്കാനുള്ളത് ഈ സിസ്റ്റത്തോടെയല്ലേ? ഡോക്ടർ അരുൺകുമാർ നേരത്തെ പറഞ്ഞതുപോലെ ശരിയാണ്, ഇത് രണ്ടും സംഭവിക്കുന്നത് ഒരു പക്ഷേ ഈ മന്ത്രി ആരോഗ്യവകുപ്പിന്റെ മന്ത്രി ആയിരിക്കുമ്പോഴല്ല. 8 ദിവസം കൃത്യം 8 ദിവസം മുൻപാണ് അവർ അധികാരത്തിലെത്തുന്നതിന് 8 ദിവസം മുൻപാണ് ഈ 2021 സംഭവം കൂടി ഉണ്ടാകുന്നത്. ശരിയാണ്, പക്ഷെ ഇതൊരു തുടർഭരണമാണ് അല്ലേ? അപ്പോൾ തുടർഭരണമാണ്. ഒന്നാം സർക്കാരിൻ്റെ കാലത്ത് മേന്മകൾ രണ്ടാം സർക്കാരിൻ്റെ കാലത്ത് തുടരാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച നിങ്ങൾക്ക് വേണമോ? മൂന്നാം സർക്കാരിൻ്റെ കാലം വേണ്ടേ എന്ന അഭിമാനത്തോട് ചോദിക്കുന്ന ഒരു സർക്കാരിന് സ്വാഭാവികമായും അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടാകും. ഞാൻ ആരോഗ്യമന്ത്രിയിലേക്ക് മാത്രം അത് കേന്ദ്രീകരിക്കാൻ തയ്യാറാകാത്തത് അതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. തുടർഭരണമാണ് എന്ന അവകാശവാദം മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര സംഭവങ്ങൾ എണ്ണി പറയാൻ നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതൊരു പ്രശ്നം. നോക്കൂ, പബ്ലിക് ഹെൽത്ത് കേഡർ നടപ്പിലാക്കും എന്ന് പൊതുജനങ്ങളോട് പറഞ്ഞ അധികാരത്തിൽ വന്നൊരു സർക്കാരാണ്. ആ കേഡർ സംവിധാനം എവിടെ എത്തി നിൽക്കുന്നു എന്നതിന് എത്ര ഉദാഹരണങ്ങൾ റിപ്പോർട്ടറിന് മുന്നോട്ട് വെക്കാനുണ്ട്. ഈ പോയ കാലയളവിൽ റിപ്പോർട്ട് ചെയ്ത എത്ര ചികിത്സാ പിഴവുകളുടെ വാർത്തകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പിഴവുകളില്ല എന്ന് പറഞ്ഞു പോകാൻ കഴിയില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പണക്കാർക്ക് നമ്മളുടെ സർക്കാർ മേഖലയിൽ വന്ന് ചികിത്സിക്കാൻ കൊതിയാണ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടാണോ കൊതിക്കേണ്ടത്? ഇന്നലെ ഉഷ ജോസഫ് ഞാൻ വാർത്ത വായിക്കുമ്പോൾ പറഞ്ഞത് അവർക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകാൻ പേടിയാണ് എന്നാണ്. പേടിക്കണോ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ? സർക്കാർ മേഖലയിൽ പോയി ആരോഗ്യ കാര്യങ്ങൾക്ക് ചികിത്സ തേടാൻ പേടിക്കണോ? നമ്മുടെ എത്ര മന്ത്രിമാർ ചികിത്സ തേടുന്നുണ്ട് സർക്കാർ മേഖലയിൽ? ഇല്ലാത്തവരില്ല കേട്ടോ, V ശിവൻകുട്ടി അടക്കമുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ എത്ര മന്ത്രിമാർ? എൻ്റെ കയ്യിൽ കണക്കുണ്ട്, ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല. എത്ര മന്ത്രിമാർ ചികിത്സാ ആവശ്യത്തിന് വേണ്ടി സ്വകാര്യ മേഖലയെ ആശ്രയിച്ചിട്ടുണ്ട് എന്നതിന് കൃത്യമായി എന്നോട് കണക്കുകൊണ്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ പേരടക്കം വ്യക്തമായി പറയാൻ തയ്യാറുമാണ്. അതുകൊണ്ട് ആരോഗ്യ മേഖലയെ പൊന്തൂവലുകൾ മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായി ഒരു ശുദ്ധീകരണത്തിന് വിധേയമാക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് പൊതുജനങ്ങൾക്കും പ്രേക്ഷകർക്കും വേണ്ടി എനിക്ക് സർക്കാരിന് മുന്നിൽ വെക്കാനുള്ളത്. Meet the editors.